ധന്യ, ഈ സുനാമി ദുരന്തത്തിൻ്റെ ചിത്രങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ട്. ഇനി മെഗാ സുനാമി വരാൻ പോകുന്നു. അമേരിക്കയിലെ ഒരുവിധപ്പെട്ട സ്ഥലങ്ങളൊക്കെ വെള്ളത്തിനടിയിലാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്താണ് സംഗതി? 1000 അടി ഉയരത്തിലുള്ള 1000 അടി ഉയരത്തിലുള്ള മെഗാ സുനാമി വരാൻ പോകുന്നു. രാജ്യം മുഴുവൻ മുങ്ങും, അമേരിക്ക കടലിനടിയിലാകും എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഈ 1000 അടി ഉയരത്തിലെന്ന് പറയുമ്പോൾ ഒരു എത്ര നില കെട്ടിടത്തിന് മുകളിൽ ഉണ്ടാവും? ഒരു 10-15 നില കെട്ടിടത്തിന് അത്ര ഉയരത്തിൽ തിരമാല വരും. അത്ര ഉയരത്തിൽ തിരമാല വരും. നമുക്കറിയാം, ഒരു ഇന്തോനേഷ്യയിൽ ഒരു സുനാമി വന്നപ്പോൾ ഇന്ത്യയിലേക്ക് അത് വരില്ല എന്ന് നമ്മൾ കരുതി. പക്ഷേ ഇന്ത്യയിലേക്ക് അത് വന്നു. എത്ര പേരുടെ മരണത്തിനിടയാക്കി. 2004 ഡിസംബറിൽ ഉണ്ടായ സുനാമി നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല എന്നുള്ളത്. 2004 വരെ അങ്ങറ്റം വരെ നമ്മൾ പോകണ്ട. 2018 ഒരു പ്രളയം വന്നു. അത് ചില സർക്കാരിൻ്റെ വീഴ്ചകൾ അതിൻ്റെ അകത്തുണ്ട് എന്ന് പറയുമ്പോഴും ആ പ്രളയം പോലും നമുക്ക് താങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതിനുശേഷം വന്ന പ്രളയവും ഇപ്പോഴും ഒരു മഴ പെയ്യുമ്പോൾ നമുക്ക് ഭയമാണ്. പ്രളയത്തിലേക്കാണോ പോകുന്നത്? കാരണം ആ പ്രളയത്തിൻ്റെ ദുരന്തം അത്ര അനുഭവിച്ചവരാണ് കേരളത്തിലുള്ളവർ. അപ്പോൾ ഇനിയൊരു മെഗാ സുനാമി എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വല്ലാത്തൊരു ഭയമാണ്. കാരണം ഒരു വലിയ രീതിയിലുള്ള ഒരു തിരമാലകളോ വെള്ളമോ ഒക്കെ കയറി അടിച്ചാൽ മുല്ലപ്പെരിയാർ ഡാം ഉൾപ്പെടെയുള്ളവയ്ക്ക് എന്ത് സംഭവിക്കും? 1000 അടി ഉയരത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട എന്നുള്ളതാണ്. ഇപ്പോൾ ശാസ്ത്രജ്ഞ ലോകം തന്നെ പറയുകയാണ്, ആരും രക്ഷപ്പെടില്ല, മുഴുവൻ മുങ്ങിത്താഴും. അമേരിക്ക കടലിനടിയിലേക്ക് പോകും, മറ്റ് എല്ലാം മുങ്ങിത്താഴും, ആരും രക്ഷപ്പെടില്ല എന്നാണ് ഈ ശാസ്ത്രജ്ഞർ പറയുന്നത്. അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് അമേരിക്കയുടെ വലിയൊരു ഭാഗം തന്നെ നശിച്ചു പോകുമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. കാസ്കാഡിയ സബ്സെക്ഷൻ സോണിൽ ശക്തമായ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നതോടെ ഇത് സംഭവിക്കുമെന്നാണ് അവർ പറയുന്നത്. പ്രൊസീഡിങ്സ് ഓഫ് ദി നാഷണൽ അക്കാഡമി ഓഫ് സയൻസിൽ പ്രസിദ്ധീകരിച്ച വിർജീനിയ ടെക്കിലെ ഗവേഷകർ നടത്തിയ പുതിയ പഠനത്തിലാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഭൂകമ്പം മൂലം അമേരിക്കയുടെ തീരപ്രദേശത്തിലെ ചില ഭാഗങ്ങൾ 6.5 അടി വരെ താഴ്ന്നു പോകുമെന്നും ഇത് സുനാമിയെ കൂടുതൽ വിനാശകാരിയാക്കുമെന്നും പഠനം പറയുന്നു. എന്താണ് മെഗാ സുനാമി? ഇത് അമേരിക്കയുടെ ഏതൊക്കെ മേഖലകളെയാണ് ബാധിക്കുന്നത്, അപകട സാധ്യത എന്തെല്ലാമാണ് എന്നതാണ് ഇനി പറയാൻ പോകുന്നത്. സാധാരണ സുനാമിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് മെഗാ സുനാമി. 100 കണക്കിന് അടി ഉയരത്തിലുള്ള തിരമാലകളാണ് മെഗാ സുനാമി സൃഷ്ടിക്കുന്നത്. ശക്തമായ ഭൂകമ്പങ്ങൾ, മണ്ണിടിച്ചിൽ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ അല്ലെങ്കിൽ ഉൽക്കാവർഷങ്ങൾ പോലെ വെള്ളത്തിനടിയിൽ സംഭവിക്കുന്ന പ്രധാന സംഭവങ്ങൾ മൂലമാണ് ഇവ ഉണ്ടാകുന്നത്. സാധാരണ സുനാമിയിൽ നിന്ന് വ്യത്യസ്തമായി മൈലുകൾ താണ്ടി ഉൾനാടുകളിൽ പോലും ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എത്തുമെന്നാണ് ഈ പഠനം ശാസ്ത്രജ്ഞന്മാർ നൽകുന്ന മുന്നറിയിപ്പ്. ഈ ആളുകൾക്ക് രക്ഷപ്പെടാൻ പോലും അധികം സമയം കിട്ടില്ല. അത്രയും വേഗത്തിലാകും ഈ തിരമാലകൾ സഞ്ചരിക്കുക. അപൂർവമാണെങ്കിലും ഇതിനു മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ജനവാസ മേഖലയിൽ ഇവ പതിച്ചാൽ വൻ അപകടങ്ങളാകും ഉണ്ടാകുക. അടുത്ത 50 വർഷത്തിനുള്ളിൽ അമേരിക്കൻ മേഖലയിൽ 8.0 തീവ്രതയുള്ള ഭൂകമ്പങ്ങൾ 15% ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ വിർജീനിയ ടെക്കിലെ ഭൗമശാസ്ത്രജ്ഞരുടെ പുതിയ പഠനം പറയുന്നത്. അപ്പോൾ അമേരിക്കയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി എന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത്. അവിടെ അങ്ങനെ അത്രയും വലിയൊരു സംഗതി ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് ഇന്ത്യയെ ബാധിക്കും. അതാണ് അവർ പറയുന്നത്. ഉൾപ്രദേശങ്ങളിൽ വരെ ഇത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓടി രക്ഷപ്പെടാമെന്നൊന്നും ആരും വിചാരിക്കേണ്ട, അതിനുള്ള സമയം പോലും കിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത്തരം ഒരു ശക്തമായ ഭൂകമ്പം ഉണ്ടായാൽ മെഗാ സുനാമി ഉണ്ടാകും. ഇതോടെ തീരപ്രദേശങ്ങൾ 6.5 അടി വരെ മുങ്ങിയേക്കാം. കൂടാതെ സിയാറ്റിൽ, ഒറിഗോൺ, പോർട്ട്ലാൻഡ് തുടങ്ങിയ പ്രധാന നഗരങ്ങളും ഒലിച്ചു പോകുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. വടക്കൻ വാൻകൂവർ ദ്വീപിൽ നിന്ന് കാലിഫോർണിയയിലെ കേപ്പ് മെൻഡോണിനോ വരെ നീളുന്ന ഒരു ഫോൾട്ട് ലൈനായ കാഡ്കേഡിയ സബ്സെക്ഷൻ സോണിലാണ് ഭൂകമ്പം ഉണ്ടാകുന്നതെങ്കിൽ അലാസ്ക, ഹവായി, അമേരിക്കയുടെ വെസ്റ്റ് കോസ്റ്റിൽ ചില ഭാഗങ്ങൾ എന്നിവ അപകടത്തിൽപ്പെടും. ഇവ പൂർണ്ണമായി മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. മെഗാ സുനാമി കാരണമുണ്ടാകുന്ന തിരമാലകൾ 1000 അടി വരെ ഉയരാം. ഇത് ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കാം. സാധാരണ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന മാറ്റങ്ങളെ പോലെ ജനങ്ങൾക്ക് സ്ഥലത്തു നിന്ന് മാറാനോ തയ്യാറെടുപ്പുകൾ നടത്താനോ ഉള്ള സമയം പോലും ലഭിക്കില്ല. മിനിറ്റുകൾക്കുള്ളിൽ മൈലുകളോളം സഞ്ചരിക്കാൻ ഈ തിരമാലകൾക്കാകുമെന്നാണ് ഇവർ പറയുന്നത്. കൂടാതെ ഈ ആഘാതങ്ങളിൽ നിന്നെല്ലാമുള്ള വീണ്ടെടുക്കലിന് ഏറെ സമയം വേണ്ടിവരും. വിർജീനിയ ടെക്കിൻ്റെ ജിയോ സയൻസ് വകുപ്പിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ടിന ഡ്യൂറ ഒരു പ്രസ്താവനയിൽ പറയുന്നത്, തെക്കൻ വാഷിംഗ്ടൺ, വടക്കൻ ഒറിഗോൺ, വടക്കൻ കാലിഫോർണിയ എന്നിവിടങ്ങളിലാണ് ഏറ്റവും അധികം
നാശനഷ്ടം ഉണ്ടാകാൻ പോകുന്നത്. ഈ കഴിഞ്ഞ 10,000 വർഷത്തിനിടയിൽ 43 ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1700 ജനുവരി 26-നാണ് അവിടെ അവസാനമായി ഭൂകമ്പം ഉണ്ടായത്. ഏകദേശം 9.0 തീവ്രത രേഖപ്പെടുത്തി. സുനാമി രൂപപ്പെട്ട് തീരപ്രദേശം മുങ്ങുകയും ചെയ്തുവെന്ന് ഒറിഗോൺ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എമർജൻസി മാനേജ്മെൻറ്റ് അറിയിച്ചു. ഈ പ്രദേശത്ത് ഇനിയൊരു ഭൂകമ്പം ഉണ്ടായാൽ അത് 5 മുതൽ 7 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുമെന്നാണ് കണ്ടെത്തൽ. അതിനാൽ മെഗാ സുനാമിയിൽ ഈ പ്രദേശം പൂർണ്ണമായും നശിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഇത് പഠന റിപ്പോർട്ടൊന്നും അല്ല. ഇത് 2012 എന്ന് പറഞ്ഞൊരു സിനിമ വന്നില്ലേ, ഹോളിവുഡ് സിനിമ, അതിൻ്റെ സ്ക്രിപ്റ്റോ മറ്റോ അവർക്ക് തെറ്റിയതാകാനാണ് സാധ്യത. സത്യം, അതിൽ ഇതേപോലെയൊക്കെ കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ പ്രബലമായിട്ട് നമ്മൾ വിചാരിക്കേ നമ്മുടെ തൊട്ട് അയൽവക്കത്ത് എന്തെങ്കിലും വന്നാൽ നമ്മൾ വിചാരിക്കുമോ നമ്മളെ അത് ബാധിക്കില്ല എന്ന് വിചാരിക്കും. പക്ഷേ അവിടെ വന്നു കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് നമുക്കാണ് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു അല്ലേ. മുമ്പ് ഈ ഷുമാക്കർ ലവി അങ്ങനെ എന്തോ ഒരു വാൽനക്ഷത്രം, ഈ പേര് അത് തന്നെയാണെന്ന് എൻ്റെ ഓർമ്മ, ഇതേപോലെ ഭൂമിയിലേക്ക് വരുന്നു, ഭൂമിയുടെക്കാൾ 3-4 ഇരട്ടി വലിപ്പമുള്ള ഒരു വാൽനക്ഷത്രം വരുന്നു എന്നും പറഞ്ഞു. ഇതേപോലെ ഒരു വലിയ അത് അതൊക്കെ ശരിയായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യവശാൽ അതിൻ്റെ ഭ്രമണപഥം മാറിപ്പോയി. അങ്ങനെ ഭൂമി രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ പണ്ടേ ഈ ലോകം നശിച്ചു പോയനെ. ഈ നമ്മൾ ഈ സുനാമി ഒന്നും കാണാൻ നിൽക്കില്ലായിരുന്നു. അതെ, ഈ സുനാമി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും ഒരു വല്ലാത്ത ഭയമാണല്ലേ. ഈ മഴ തന്നെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇങ്ങനെ പിന്നെ മഴ കുറയാതെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം ഇനി ഇത് വല്ല പ്രളയത്തിലേക്കൊക്കെ കൊണ്ടുപോകുമോ. എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന മുല്ലപ്പെരിയാർ പൊട്ടുമോ, മുല്ലപ്പെരിയാറിന് വല്ല സംഭവിക്കുമോ, ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിലെ ആശങ്ക എന്ന് പറയുന്നത്. ഇപ്പോൾ മഴയെ ഭയങ്കര പേടിയാണ്. പണ്ട് ഈ ഇടയ്ക്ക് ഇൻസ്റ്റയിലൊക്കെ സ്റ്റാറ്റസ് വരുമല്ലോ, മഴ കട്ടൻ ചായ ജോൺസൺ മാഷിന്റെ പാട്ട്, അതൊക്കെ മാറി. ഇപ്പം മഴയെ ഭയപ്പെടുന്ന ഒരു ജനത. അതായത് ജീവിതം സ്വസ്ഥമായി സുരക്ഷിതമായിരിക്കുന്നവർക്ക് അത്തരം നൊസ്റ്റാൾജികൾ വരും. ഈ ജീവിതത്തിന് വേണ്ടി പോരാടുന്നവർക്ക് മഴയെന്ന് കേൾക്കുമ്പോൾ ഭീതിയും ആദ്യം. തീർച്ചയായിട്ടും. ഇപ്പൊ മഴ വന്നാൽ ഒരു ദിവസത്തെ ലീവ് പോയാൽ നമ്മുടെ ഒരു ദിവസത്തെ ശമ്പളം പോകും. അപ്പോൾ നമുക്കത് ടെൻഷനാണ്. രാവിലെ ബസ് വരുന്നിടത്ത് വരെ ശക്തമായ മഴയാണെങ്കിൽ കൊടയും പിടിച്ച് വരുമ്പോൾ മൊത്തവും നനഞ്ഞു പോകും. പിന്നെ വരാൻ കഴിയുമോ. ഇവിടെ മഴയല്ല, സുനാമിയാ. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ എന്നാണ് ഇവർ പറയുന്നത്, അമേരിക്കയുടെ പകുതിയോളം ഭാഗങ്ങൾ കടലിനടിയിൽ പോകും ഈ മെഗാ സുനാമി വരുമ്പോൾ എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളങ്ങനെ അമേരിക്കയെ മാത്രം ഫോക്കസ് ചെയ്യേണ്ട. രാജ്യം മുഴുവൻ, അതായത് ലോകം മുഴുവൻ ഈ മെഗാ സുനാമി വരുമ്പോൾ, അതായത് ഇന്തോനേഷ്യയിൽ ഒരു സുനാമി ഉണ്ടായതാണല്ലോ നമ്മൾ അനുഭവിച്ചത്. എനിക്ക് തോന്നുന്നു കന്യാകുമാരിയിലൊക്കെ സുനാമി വന്ന സമയത്ത് അവസാനം എല്ലാവരെയും കൂടെ ഒരുമിച്ചിട്ട് ഒരു കുഴിയിലിട്ട് മൂടേണ്ട അവസ്ഥയും ഗതികേടും ഒക്കെ. 100 പേർ ഇപ്പോഴും എവിടെ പോയി എങ്ങനെയാണ് ഒരു പിടിയില്ല. ലിസ്റ്റ് മാത്രമേ ഉള്ളൂ, ആരെ ഇതുവരെ കിട്ടിയിട്ടില്ല. അതിന് നമ്മൾ സുനാമി വരെ പോണ്ട. ഈ വയനാട് ചൂരൽമലയിൽ മരിച്ച 40ഓളം പേരെ ഇനിയും കാണാനുണ്ട്. അവരെ മരിച്ചവരായി കണക്കാക്കുന്നു എന്നാണ് സർക്കാർ റിപ്പോർട്ടുകൾ വരുന്നത്. കാരണം കിട്ടാനില്ല. ഇനി എങ്ങോട്ട് പോയി, എന്ത് ചെയ്തു, എന്ത് സംഭവിച്ചു. സുനാമിക്ക് ശേഷം നമ്മുടെ കേരളത്തിന്റെ തീരത്തിന്റെ അടക്കം ഘടനയടക്കം മാറി. പല മത്സ്യങ്ങൾ ഇവിടെ കിട്ടിക്കൊണ്ടിരുന്ന ഒന്നും ഇപ്പൊ കിട്ടുന്നില്ല. അതെ. അപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ആശങ്കയുണ്ട്. പക്ഷേ ജാഗ്രത പാലിക്കുക, പ്രാർത്ഥിക്കുക, അത്രയേ ഉള്ളൂ.